ചേലക്കര മണ്ഡലം കയ്യിൽ നിന്ന് വഴുതിപ്പോയാൽ അത് 2026 തെരഞ്ഞെടുപ്പിന്റെ വലിയ സൂചനയായിരിക്കുമെന്നറിയാം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ലിറ്റ്മസ് ടെസ്റ്റാണ് ചേലക്കരയിലുള്ളത്. നമുക്കൊപ്പം വയനാട്ടിൽ നിന്ന് VS രഞ്ജിത്ത് കൂടി ചേരുന്നുണ്ട്. VS രഞ്ജിത്ത്, വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ്. വലിയ തണുപ്പുണ്ട് ചേലക്കരയിൽ, പക്ഷേ പ്രചരണത്തിന്റെ ചൂടൊക്കെ ചേലക്കരയിലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വയനാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പറയുന്നത് എന്താണ്? പുലർച്ചെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ വോട്ടർമാരെത്തുമോ? വന്യജീവി ശല്യമുള്ള മേഖലകളിലൊക്കെ അല്പം നേരം വെളുത്ത് വെയിൽ വന്നിട്ടായിരിക്കുമല്ലോ വോട്ടർമാരെത്തുക. എന്താണ് വയനാട്ടിലെ വിശേഷങ്ങൾ, VS രഞ്ജിത്ത്? ഡോക്ടർ, ഞാനുള്ളത് ഇപ്പോൾ കൽപ്പറ്റയിൽ തന്നെയാണ്. നഗരകേന്ദ്രങ്ങളിലാണ് തുടക്കത്തിലൊക്കെ വലിയ ആൾക്കൂട്ടമൊക്കെ ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ കൽപ്പറ്റയിൽ പ്രിയങ്ക ഗാന്ധി ബൂത്ത് സന്ദർശനത്തിന് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സെൻറ്റ് ജോസഫ് കോൺവെൻറ്റ് സ്കൂളിലാണ് പ്രിയങ്ക ഗാന്ധി 9 മണിയോടുകൂടി എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മാധ്യമങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഇവിടെ ആയിരിക്കും തുടക്കത്തിൽ ക്യാമ്പ് ചെയ്യുക. ഇപ്പോൾ ഈ ബൂത്തിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് 93-ാം നമ്പർ ബൂത്തിലാണ്. ഇവിടെ ഒരു നീണ്ട നിര എന്നൊന്നും പറയാനില്ല. ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ വേറെ വേറെ ഒരുക്കിയിട്ടുണ്ട്. ആ ഇരിപ്പിടങ്ങളിൽ ഇരിക്കാൻ പാകത്തിലുള്ള ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. ചിലരൊക്കെ സ്വെറ്ററൊക്കെ ഇട്ട് നല്ല തണുപ്പുള്ളതുകൊണ്ട് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് എത്തുന്നു. ചിലർ കുളിച്ച് കുറി തൊട്ട് രാവിലെ തന്നെ വളരെ ഭക്തി നിർഭരമായി എത്തുന്ന ആളുകളുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യത്തെ വോട്ടറായിട്ടിരിക്കുന്ന എനിക്കൊന്നൊരു അമ്മയാണ് എത്തിയത്. അമ്മ എത്ര മണിക്ക് എത്തിയമ്മ? 6:30 എത്തിയില്ലേ? എന്നിട്ട് ആദ്യം വോട്ട് ചെയ്യണം തീരുമാനിച്ചു. അതുകൊണ്ടല്ല നമ്മൾ അങ്ങനെ ചെയ്തേക്കാവുന്ന തീരുമാനിച്ചു. നമുക്ക് വീട്ടിൽ പോയി വേറെ പണികളുണ്ടല്ലോ, അതുകൊണ്ട് ചെയ്യാൻ മാത്രമല്ലല്ലോ പണി. പിന്നെ അല്ലാണ്ട് ഇങ്ങനെയാണോ നേരത്തെ വരും? അങ്ങനെയൊന്നുമില്ല, പിന്നെ നമുക്ക് ഒത്തുമായി വരും. നല്ല മനസ്സിലായിരുന്നില്ല ഇപ്രാവശ്യം? നല്ല അതൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്കും വിധിച്ച മാതിരി കയറി പോട്ടെ. അതെ അതെ. പ്രിയങ്ക ഗാന്ധിയെ കണ്ടില്ല? ഇല്ല, ഫോട്ടോയിൽ കാണുന്നുണ്ടല്ലോ. പിന്നെ ഫോട്ടോയിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ആ ഫിയർ തന്നെയല്ലേ എപ്പോഴും ഉള്ളത്. പിന്നെ ഇപ്പം കൂടുതൽ കണ്ടത് കാണണമെന്നില്ല. പ്രിയങ്കയെ കാണണം എന്നുള്ളൊരു വലിയ ആഗ്രഹമൊന്നുമില്ല സ്വാഭാവികമായിട്ട്. എന്തായാലും ഇതാണ് ഇവിടുത്തെ രാവിലത്തെ ഒരു അവസ്ഥ. വയനാടും ചേലക്കരയും തമ്മിൽ പക്ഷേ മത്സരം നടന്നാൽ ചേലക്കരയ്ക്കായിരിക്കും ആവേശം എന്ന കാര്യം VS രഞ്ജിത്തിന് അറിയാമല്ലോ. ചേലക്കരയിൽ നല്ല ക്യൂ രൂപപ്പെട്ടിട്ടുണ്ട് പലയിടങ്ങളിലും. സ്ത്രീകൾ പുരുഷന്മാരെല്ലാം ഈ പോളിംഗ് ബൂത്തിന്റെ വരാന്തയിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി വരി നിൽക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 6:57. ഇനി എണ്ണം പറഞ്ഞ 3 മിനിറ്റുകൾ മാത്രം. 3 മിനിറ്റുകൾക്ക് ശേഷം വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തി വിധി രേഖപ്പെടുത്തി തുടങ്ങും. ജനവിധി രേഖപ്പെടുത്താൻ ഓരോ പോളിംഗ് ബൂത്തിലും ചേലക്കരയിൽ വലിയ ക്യൂ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രചരണത്തിന്റെ ചൂടും ആവേശവും അണികളിലേക്ക് എത്തിക്കാൻ നേതാക്കൾക്കും മുന്നണികൾക്കും പാർട്ടികൾക്കും സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഈ വലിയ ക്യൂ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ആ ക്യൂവിൽ നിൽക്കുന്ന വോട്ടർമാർക്ക് ചിലത് പറയാനുണ്ട്. അവർ അവരുടെ വിധി നിർണയത്തിലൂടെ, ജനവിധി രേഖപ്പെടുത്തുന്നതിലൂടെ അവരുടെ രാഷ്ട്രീയ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യും. എന്തായാലും ഒരു മാറ്റത്തിനാണോ അതോ അതല്ല തുടർച്ചയ്ക്കാണോ ചേലക്കര വിധി എഴുതുക എന്നതാണ് നമ്മളെല്ലാവരും ആകാംക്ഷാപൂർവ്വം കാത്തു നിൽക്കുന്നത്.